ശ്രീം എന്ന് ലക്ഷ്മി, ഹ്രീം എന്ന് പരാശക്തി. അതിൻ്റെ കൂടെ ഇന്നൊരു ഐം വെച്ചാൽ സരസ്വതി ബീജം തന്നെ ഇന്ന് ആഡ് ചെയ്ത് ഈ രണ്ട് നാരായണ എനർജി വന്ന് പരാശക്തി എനർജി നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ വരുമ്പോൾ ഗുരുഭ്യോ നമുക്ക് ഗംഗണായ നമുക്ക് വിഘ്നേശ്വരായ നമുക്ക് ശിവായ നമുക്ക്. എന്നിട്ട് ഹെഡ് റൊട്ടേഷൻ, ഐബാൾ റൊട്ടേഷൻ, നാഡീ ശോധന. അടുത്തത് ചന്ദ്ര നമസ്കാരം. അടുത്തത് ഒന്ന് ഇത് ആസനം ഒന്ന് ഇന്നത്തെ ആസനം ഒന്ന് പശ്ചിമോത്താനാസനം. അത് പ്രാണായാമം ഒന്ന് ഭ്രാമരി പ്രാണായാമം. അടുത്തത് സഹസ്രാര ആക്ടിവേഷൻ 5 minutes. അടുത്തത് ഇത് 5 മിനിറ്റ് ഇപ്പോൾ പറഞ്ഞ ആക്ടിവേഷൻ 5 മിനിറ്റ് ചെയ്യണം. അതിൻ്റെ അടുത്തത് ക്രസൻറ്റ് മൂൺ മെഡിറ്റേഷൻ ഇൻ സ്വാധിഷ്ഠാന. ക്രസൻറ്റ് മൂൺ മെഡിറ്റേഷൻ ഇൻ സ്വാധിഷ്ഠാന. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. അടുത്തത് ഒന്ന് ചന്ദ്ര നമസ്കാരത്തിൻ്റെ ഇത് പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഈസി ആയിട്ടുള്ളതൊന്ന് സെലക്ട് ചെയ്ത് ഇത് ചെയ്യണം. ഈ ഇത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്ക് 3 സ്റ്റുഡൻസ് ആൾറെഡി അടിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഇംഗ്ലീഷിലുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇനി സ്റ്റുഡൻറ്റ് 4 എന്ന് പറഞ്ഞിട്ട് ഈ അനുഭവത്തെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം. ഇനി സ്റ്റുഡൻറ്റ് 4, സ്റ്റുഡൻറ്റ് 3 വരെ ഉണ്ട്. സ്റ്റുഡൻറ്റ് 4 പോയിട്ട് നിങ്ങൾ ആൾറെഡി സ്റ്റുഡൻറ്റ് 1, 2, 3 അവരുടെ അനുഭവം എന്തെന്ന് വായിച്ച് നോക്കാം. അവർക്ക് നിങ്ങൾ അത് ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അനുഭവം. ആ അനുഭവത്തെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം. ഇങ്ങനെ അനുഭവിച്ചാൽ അപ്പോൾ അവർക്ക് മറ്റേ സ്റ്റുഡൻസിനും ഇങ്ങനെയൊക്കെ അനുഭവം വരുന്നെന്നുള്ളത് സ്റ്റഡി ചെയ്യുക. അതുകൊണ്ട് ഈ ഫീഡ്ബാക്ക് ഉള്ളത് എല്ലാ ഇതിനും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മിനിമം 3 or 4